ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇന്ന് ഞങ്ങൾ രണ്ടുപേരും മോർണിംഗ് ഷിഫ്റ്റ് ചെയ്യുകയാണ് കേട്ടോ. മോർണിംഗ് ഷിഫ്റ്റ് ഇതിന് മുമ്പ് രണ്ടുപേരും ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്, പക്ഷേ സ്കൂളുള്ള ദിവസം ഇതുവരെ ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് റിച്ചുകുട്ടനെ സ്കൂളിൽ കൊണ്ടുവിടലും ഞങ്ങൾ രണ്ടുപേരുടെ മോർണിംഗ് ഷിഫ്റ്റും കൂടി ഒരുമിച്ച് വരുന്നത്. അമ്മയുടെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞങ്ങളിങ്ങനെ ഒരു ഷിഫ്റ്റ് മാറ്റാതെ ഒരുമിച്ച് പോകാൻ തന്നെ വെച്ചത്. അപ്പം രാവിലെ എല്ലാ കാര്യങ്ങളും ചെയ്ത് വെച്ചിട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് റിച്ചുകുട്ടനെ സ്കൂളിലാക്കുന്ന ആ സമയത്ത് ബ്രേക്ക് ടൈമാണ്. അപ്പോൾ ആ സമയത്ത് ഓടി വന്നാൽ റിച്ചുകുട്ടനെ സ്കൂളിലാക്കാം. അപ്പോൾ അങ്ങനെ അവൻ്റെ ലഞ്ച് ബോക്സ് റെഡിയാക്കണം കേട്ടോ. അവനൊരു ചിക്കൻ റോളാണ് ലഞ്ചിന്, പിന്നെ സ്നാക്കായിട്ട് കുക്കീസ് വെച്ചിട്ടുണ്ട്, പിന്നെ ഫ്രൂട്ട് ബ്രേക്കിന് മുന്തിരിങ്ങ. അപ്പോൾ അങ്ങനെ അവൻ്റെ ലഞ്ച് ബോക്സ് എല്ലാം ശരിയാക്കി. അതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങൾ റെഡിയാകുന്നുണ്ട് കേട്ടോ. പിന്നെ റിച്ചുകുട്ടനും ലിയോക്കുട്ടനും ഉറക്കമാണ്. മമ്മി ഇപ്പോൾ അവരുടെ കൂടെ പോയി കിടപ്പുണ്ട്. അപ്പോൾ അവരെണീറ്റ് വരുമ്പം പതിയെ റിച്ചുകുട്ടൻ തന്നെ റെഡി ആയിക്കോളും. അവൻ്റെ യൂണിഫോമും കാര്യങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അവൻ്റെ വേണ്ട ബ്രേക്ക്ഫാസ്റ്റ് സീരിയൽസ് എന്താണെന്ന് വെച്ചാൽ അവനെടുത്ത് കഴിച്ചോളും. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ രണ്ടുപേരുടെ ഡ്യൂട്ടിക്ക് പോവാണ്. നമുക്ക് 7 മണിക്കാണ് കേട്ടോ ഷിഫ്റ്റ് തുടങ്ങുന്നത്. അപ്പം നമുക്ക് വീടടുത്താണ്, ഒരു 4 മിനിറ്റ് ഡ്രൈവ്. ഇപ്പോൾ ഇവിടെ സമ്മർ ആയതുകൊണ്ട് രാവിലെ നല്ല വെട്ടമുണ്ട് കേട്ടോ. രാവിലെ എണീക്കുമ്പോൾ തന്നെ 6 മണിയല്ല, അതിന് മുന്നേ 5-5:30 ആകുമ്പോഴത്തേക്ക് തന്നെ നല്ല വെട്ടമുണ്ട്. ഇന്നലെ രാത്രി നല്ല മഴയുണ്ടായിരുന്നു, അതുകൊണ്ട് റോഡിലൊക്കെ വെള്ളം കിടക്കുന്നത്, അതുകൊണ്ട് ചെറിയൊരു തണുപ്പും ഉണ്ടായിരുന്നു രാവിലെ. അങ്ങനെ ഞങ്ങളിതാ ഹോസ്പിറ്റലെത്തിയിട്ട് ഞങ്ങൾ ദൂരെ കാണുന്ന ബിൽഡിങ്ങാണ് ഹോസ്പിറ്റൽ. അപ്പോൾ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് സ്റ്റാഫിന്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കാർ പാർക്ക് ചെയ്ത് ഡ്യൂട്ടിയിലേക്ക് കയറുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് 8:30 ആയപ്പോഴത്തേക്കും ബ്രേക്കിന് വന്നു കേട്ടോ. ഞാൻ റിക്വസ്റ്റ് ചെയ്തു എനിക്കിങ്ങനെ സ്കൂളിൽ മോനെ കൊണ്ടാക്കണം എന്ന് പറഞ്ഞ്. അങ്ങനെ 8:30 വന്നാൽ, അല്ലെങ്കിൽ 9 മണി അല്ല ചിലപ്പോൾ 9:30 ആവും സാധാരണ ബ്രേക്കിന് വരുമ്പോൾ. വീടൊക്കെ അടുത്തായതുകൊണ്ട് ഇങ്ങനെയൊക്കെ നടക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് നടക്കുക പോലെ ഇല്ല. ഇങ്ങനൊരു സിറ്റുവേഷൻ നമ്മൾ ആക്കിയല്ലോ കേട്ടോ. മമ്മി വീട്ടിലുള്ളതുകൊണ്ട് മാത്രം, ഇതുപോലെ സൗകര്യമൊക്കെ ഉള്ളതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും ഡ്യൂട്ടി മാറ്റിയെടുക്കും, അല്ലാതെ ഇങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ നിൽക്കില്ല. അങ്ങനെ ഇതാ ഞാൻ വീട്ടിലേക്ക് എത്തി. അപ്പം റിച്ചുകുട്ടനോട് ഓൾറെഡി റെഡിയായി നിൽക്കാൻ പറഞ്ഞായിരുന്നു. 8:30 ആകുമ്പോഴത്തേക്ക് ഞാൻ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മിയോടും. റെഡിയായോ? അമ്മ കറിക്കാം. അങ്ങനെ ഇതാ നമ്മൾ സ്കൂളിലേക്ക് പോവാണ് കേട്ടോ. 8:50 കേട്ടോ ഗേറ്റ് ക്ലോസ് ചെയ്യുന്നത് സ്കൂളിൽ. 8:30 ഓപ്പൺ ചെയ്യും. അപ്പോൾ 8:30 മുതൽ 8:50 വരെയുള്ള സമയത്ത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും പിള്ളേരെ ഡ്രോപ്പ് ചെയ്യാം. സ്കൂൾ ബസ്സും ഉണ്ട് കേട്ടോ. ഒരുപാട് പേര് കുട്ടികളെ സ്കൂൾ ബസ്സിനാണ് വിടുന്നത്. നമ്മൾ വീട് തൊട്ടടുത്തായതുകൊണ്ടാണ് അവനെ സ്കൂൾ ബസ്സിൽ വിടാത്തത്. ഞാൻ തിരിച്ചെത്തി കേട്ടോ. അങ്ങനെ ഞാൻ തിരിച്ച് വീണ്ടും കയറണം. എൻ്റെ മോർണിംഗ് ബ്രേക്ക് കഴിഞ്ഞിട്ടില്ല, ഒരു 5 മിനിറ്റ് വരെ ഉണ്ട്. ഇതാ ഞങ്ങളുടെ ലഞ്ച് ബ്രേക്കിന് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ലഞ്ച് കഴിക്കുകയാണ് കേട്ടോ. 1:30 ഈവനിങ് ഷിഫ്റ്റുകാർ വരുന്നത്. അവർ വന്നു കഴിഞ്ഞാൽ ഹാൻഡ് ഓവർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഷിഫ്റ്റുകാർ ലഞ്ച് ബ്രേക്കിന് പോകും. അത് കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് ഷിഫ്റ്റ് കഴിയും കേട്ടോ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച് സെയിം ഷിഫ്റ്റ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അത് ഭയങ്കര ഒരു പ്രൗഡ് ഫീലിംഗ്, ഒരു ഭയങ്കര പ്രിവിലേജ് ആയിട്ട് തോന്നുന്നൊരു കാര്യമാണ്. പക്ഷേ പ്രാക്ടിക്കലി അത് എപ്പോഴും പോസിബിൾ അല്ല. ഇപ്പം മമ്മി ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്ക് ചെയ്യുന്നു, എന്നാലും ഞങ്ങളങ്ങനെ മാക്സിമം ചെയ്യാറാണ്. മമ്മിക്ക് അതൊരു ബേർഡൻ ആകുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. എന്നാലും മോർണിംഗ് ഈവനിങ് ചെയ്യാറുണ്ട് കേട്ടോ. ഉച്ചയ്ക്ക് 1-2 മണിക്കൂർ മാത്രം മമ്മി ഒറ്റയ്ക്കാവുള്ളൂ. പക്ഷേ മമ്മി ഇല്ലെങ്കിൽ, ഞങ്ങൾ മാത്രം അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനത്തെ ഒരു ഷിഫ്റ്റ് എടുക്കാൻ പറ്റില്ല. എക്സാക്ട്ലി ഓപ്പോസിറ്റ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അത് ഒരാൾ വർക്ക് ചെയ്യുന്ന ദിവസം മറ്റൊരാൾ വർക്ക് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ. അപ്പോൾ ഞങ്ങൾ അവേഴ്സ് കുറച്ചാണ് രണ്ടുപേരും ചെയ്യുന്നത്, പാർട്ട് ടൈം പോലെ. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ ലൈഫ് സ്മൂത്തായിട്ട് പോകുന്നു. പിന്നെ ഇവിടെ ഡേ കെയറും ബിഫോർ സ്കൂളും ആഫ്റ്റർ സ്കൂളും ഫെസിലിറ്റിയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളതൊന്നും നോക്കാഞ്ഞിട്ടാണ്. അപ്പം രണ്ടുപേരും ഫുൾ ടൈം ചെയ്യുന്നവരും, അല്ലെങ്കിൽ രണ്ടുപേരും ഇതുപോലെ പല ജോലികളൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ച് കുട്ടികളെ നോക്കലൊരു ചടങ്ങായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതുപോലുള്ള ഫെസിലിറ്റീസും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, രണ്ടുപേരും വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെ കുട്ടികളെ നോക്കും, എങ്ങനെ മാനേജ് ചെയ്യും, രണ്ടുപേർക്കും ജോലിക്ക് പോകാൻ പറ്റുമോ എന്നൊക്കെയുള്ളത്. അപ്പോൾ 2 നഴ്സുമാരെ സംബന്ധിച്ച് 2 പേര് ഫുൾ ടൈം ചെയ്യൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പേരൻസ് ഉണ്ടെങ്കിൽ ഒന്നും പേടിക്കാനില്ല, പേരൻസ് ഉണ്ടെങ്കിൽ ഓക്കെയാണ്. പിന്നെ ഇതുപോലെ ഡേ കെയർ ഫെസിലിറ്റീസൊക്കെ ഉണ്ട്, അതൊക്കെ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം മാനേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞങ്ങൾ നേരെ സ്കൂളിലേക്കാണ് വന്നത്. അപ്പം നല്ല മഴയായിട്ടുണ്ട്, ഒത്തിരി അല്ലെങ്കിൽ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ വണ്ടി കാണുമ്പോഴാണ് സ്കൂളിൽ നിന്ന് അവർ സ്റ്റാഫ് പുറത്ത് നിൽപ്പുണ്ടാവും. അപ്പോൾ അവർ പേര് വിളിച്ച് പറയും പിള്ളേരുടെ.
അങ്ങനെയാണ് പിള്ളേരെ പുറത്തോട്ട് ഇറക്കി വിടുകയുള്ളൂ. അത്യാവശ്യം നന്നായിട്ട് മഴ പെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇന്നലെയൊക്കെ നല്ല ചൂടായിരുന്നു. ചൂടങ്ങ് മാറിക്കിട്ടും. അങ്ങനെ ഞങ്ങൾ 3 പേരോട് ഒരുമിച്ച് വീട്ടിലേക്ക് തിരിച്ചെത്തി. ഇലയൊക്കെ നടക്കാണ്. ഇലയൊക്കെ നടക്കാണ്. ലിയോക്കുട്ടൻ ഉറങ്ങുന്ന കണ്ടപ്പം ഞങ്ങൾ ഓർത്തൊന്ന് ജിമ്മിൽ പോയേക്കാന്ന്. ലിയോക്കുട്ടൻ ഇപ്പം അങ്ങ് ഉറങ്ങിയതേ ഉള്ളൂ എന്ന് മമ്മി പറഞ്ഞപ്പോൾ എന്തായാലും 1 മണിക്കൂറോളം അവൻ ഉറങ്ങും. അപ്പം ആ സമയത്ത് വേഗം ജിമ്മിൽ പോയിട്ട് വരികയാണെങ്കിൽ അവൻ എണീക്കുമ്പോഴത്തേക്കും തിരിച്ചു വരാം. അല്ലെങ്കിൽ പിന്നെ അവൻ എണീറ്റ് കഴിഞ്ഞ് ജിമ്മിൽ പോക്ക് കുറച്ച് സീനായിരിക്കും. റിച്ചുകുട്ടന് വേഗം കുറച്ച് ചോറ് വാരി കൊടുക്കുകയാണ്. അപ്പോൾ വാരി കൊടുക്കുകയാണ് അത്യാവശ്യം നന്നായിട്ട് കഴിച്ചോളും. അല്ലെങ്കിൽ കഴിക്കും, തന്നെ കഴിച്ചോളും, പക്ഷേ കുറച്ച് കഴിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പച്ചക്കറിയൊക്കെയാണ് പ്രത്യേകിച്ച് അങ്ങ് മാറ്റി വെക്കും. അപ്പം വാരി കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് കഴിച്ചു വെക്കോളും. അപ്പോൾ അതുകൊണ്ട് അവന് പെട്ടെന്ന് ചോറ് കൊടുത്തിട്ട് ഞങ്ങൾ ജിമ്മിൽ പോയിട്ടുള്ള പരിപാടിയിലാണ്. ഞങ്ങൾ ജിമ്മിൽ പോവാണ് കേട്ടോ. ലിയോക്കുട്ടൻ നല്ല ഉറക്കമാണ്. അപ്പോൾ അവൻ ഉറങ്ങി എനിക്കതിന് മുമ്പ് പോയിട്ട് വരാമെന്ന് വെച്ചാൽ ഞങ്ങൾ ഇറങ്ങിയതാണ്. പോയി വന്നിട്ട് വേണം ഹെവി ആയിട്ട് കഴിക്കാൻ. എനി ടൈം ഫിറ്റ്നസ്സിലാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. ഇത് ഓസ്ട്രേലിയയിൽ എല്ലായിടത്തും ഉള്ള ജിമ്മാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേറെ എവിടെ പോയാലും ഇവരുടെ സെയിം മെമ്പർഷിപ്പ് കൊണ്ട് എവിടുത്തെ ജിമ്മിൽ വേണമെങ്കിലും എനി ടൈം ഫിറ്റ്നസ്സിൽ വേണമെങ്കിലും കയറി നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ഞങ്ങളിപ്പോൾ ജിമ്മ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 5-6 മാസമാണ് കേട്ടോ. 5 മാസം കഴിഞ്ഞു. ഇടയ്ക്ക് 1-2 മാസം മുടങ്ങിപ്പോയിട്ടോ. ജിമ്മ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് 2 പേർക്കും ഒരുപാട് മാറ്റങ്ങളുണ്ടായി കേട്ടോ. ശരിക്കും ഒത്തിരി വളരെ നന്നായിട്ട് ഞങ്ങൾക്ക് 2 പേർക്കും ശരീരത്തിൽ നല്ല മാറ്റങ്ങളുണ്ടായി. അപ്പം ഞങ്ങൾ മിക്ക ദിവസവും തന്നെ വരാറുണ്ട്. ആഴ്ചയിൽ 4 ദിവസം എങ്കിലും വരാൻ ശ്രമിക്കാറുണ്ട്. എപ്പോഴും ഒരുമിച്ച് വരലൊന്നും നടക്കില്ല, ഡ്യൂട്ടി പല സമയമൊക്കെ ആയതുകൊണ്ട്. അപ്പം ഡിക്കുചേട്ടനും ജമോളേച്ചിയും ഉണ്ട്. അപ്പം ആരെങ്കിലുമൊക്കെ പറ്റുന്ന പോലെയൊക്കെ ഒരുമിച്ചുണ്ടെങ്കിൽ അങ്ങനെ വരും. അല്ലെങ്കിൽ തന്നെയാണെങ്കിലും വരും. ഈവനിങ് ഷിഫ്റ്റാണെങ്കിൽ മോർണിംഗ് വരും, മോർണിംഗ് ഷിഫ്റ്റാണെങ്കിൽ ഈവനിങ് വരും. അങ്ങനെ മാക്സിമം ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. വീക്കെൻഡ് ഞങ്ങൾ റെസ്റ്റ് എടുക്കും. എന്നും പോയി ശരിയാകത്തില്ലല്ലോ, നമുക്ക് കുറച്ച് റെസ്റ്റൊക്കെ വേണമല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ജിമ്മ് കഴിഞ്ഞിട്ട് നേരെ ഊൽപുരത്തിലേക്ക് വന്നിട്ടോ. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളും കൂടി മേടിക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് എല്ലാം അടുത്തടുത്തായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കടയിലും കൂടി കയറിയിട്ട് അങ്ങ് പോയേക്കാമെന്ന് വിചാരിച്ച്. ഇവിടെ നമ്മുടെ പൈനാപ്പിളും പപ്പായയും ഒക്കെ ഉണ്ട് കേട്ടോ. മാങ്ങാപ്പഴയും എല്ലാം ഉണ്ട്. പിന്നെ ഇതാ തേങ്ങ ഇരിക്കുന്നു. നല്ല തേങ്ങയാണെന്ന് തോന്നുന്നു, പക്ഷെ നമ്മുടെ വീട്ടിൽ ചിലവില്ലാത്തതുകൊണ്ട് നമ്മൾ തേങ്ങ മേടിക്കാറില്ല. ഇങ്ങനത്തെ തേങ്ങ ഫ്രോസൺ തേങ്ങ തന്നെയാണ് മേടിക്കൽ. അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് എല്ലാം ബില്ലും ചെയ്ത് തിരിച്ച് വണ്ടിയിലേക്ക് കയറ്റി നമ്മൾ വീട്ടിലേക്ക് എത്തിട്ടോ. ഇന്നൊരുമാതിരി മഴ ദിവസമാണ് കേട്ടോ. എന്ന് വെച്ചാൽ മഴയല്ല, പക്ഷെ ഇങ്ങനെ ഒരു ചാറ്റൽ. എന്താണ് പയറൊക്കെ മൂത്ത് നിൽപ്പുണ്ട്. Thank you. അള്ളൊക്കെ ഇത് പൂക്കൊക്കെ ഒളിപ്പിച്ച് നിൽക്കുവാന്നോ. പൂക്കളി പാണോ പൊഞ്ചാടയ്ക്ക് എൻ്റെ ചേച്ചി മാടാവേ. ഞങ്ങൾ സാധാരണ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ചോറുണ്ടെന്നായിരുന്നു കേട്ടോ. പക്ഷെ ഇന്ന് ജിമ്മിൽ പോയതുകൊണ്ട് ഫുഡ് കഴിച്ചിട്ട് പോകാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ചോറുണ്ടില്ല. അപ്പോൾ ഇതാഴ്ചയും കുളിച്ചു. ഞാൻ ലിയോക്കുട്ടനെ കുളിപ്പിച്ച് ഞാനും കുളിച്ചു. അങ്ങനെ ഇനി ഞങ്ങൾ ചോറുണ്ണാൻ പോവാണ്. ഞങ്ങളിനി ചോറുണ്ണാൻ പോകണുണ്ടോ. ഞങ്ങൾക്ക് കറി പാവയ്ക്ക തീയലും പയറ് മെഴുക്ക് പുരട്ടിയും പിന്നെ അച്ചാറും. ഞങ്ങൾക്ക് നോയമ്പാണ്, അപ്പോൾ അതുകൊണ്ട് വെജിറ്റബിൾസ് ആണ് മുഴുവൻ. നമ്മുടെ തോട്ടത്തിൽ തന്നെ വെജിറ്റബിൾസ് എല്ലാം ഉള്ളതുകൊണ്ട് ഇഷ്ടംപോലെ കറി വെക്കാൻ ഐറ്റംസ് ഉണ്ട്. ഞങ്ങൾ കടയിൽ ഒന്നും പോകേണ്ട ആവശ്യം. കുറേ നാളായിട്ടോ കടയിൽ പോയി സാധനങ്ങൾ പച്ചക്കറികൾ മേടിച്ചിട്ട്. അപ്പോൾ പച്ചക്കറികൾ തന്നെ ഉള്ളതുകൊണ്ട് കറി വെക്കാനുള്ള തോരൻ വെക്കാനാണെങ്കിലും എല്ലാം അതുകൊണ്ട് തന്നെ ഞങ്ങളങ്ങ് ഓടിക്കും. സാമ്പാറും പിന്നെ മോര് കറിയും, മോരിനകത്ത് വെള്ളരിക്ക അതൊക്കെ ഇട്ടും, പിന്നെ പാവയ്ക്ക തീയൽ വെക്കും, വെണ്ടയ്ക്ക മപ്പാസ് വെക്കും, പിന്നെ തോരനുകളെല്ലാം വെക്കും. അപ്പം അങ്ങനെ ജഗപ്പൊക്കെ ആയിട്ട് പച്ചക്കറിയിലങ്ങ് പോവുകയാണ്. പിന്നെ പ്രത്യേകിച്ച് നോയമ്പും കൂടെ ആകുമ്പോൾ പിന്നെ പറയണ്ടല്ലോ. ചായ കുടിക്കാതെ എന്ത് വൈകുന്നേരം അല്ലേ. അപ്പം ഞങ്ങൾ ചോറുണ്ട് കഴിഞ്ഞ് ചായയും കൂടി അങ്ങ് കുടിച്ചേക്കാമെന്ന് വിചാരിച്ചു. ലേറ്റായിട്ടോ ചോറുണ്ടപ്പോൾ, എന്നാലും ചായ ഞങ്ങൾക്ക് മുടക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ചായ കിട്ടും. ചായക്ക് കൂടെ കഴിക്കാൻ കുമ്പിളപ്പമാണ്, നമ്മുടെ ചക്കയപ്പം.
ചക്കയപ്പം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും മേടിക്കാറുണ്ട് ഫ്രോസൺ ചക്കയപ്പം. അതാ അപ്പം തിന്നാൻ വേണ്ടിയിട്ട് ഒരാൾ കയറി വരുന്നുണ്ട് മേശപ്പുറത്തേക്ക്. കുമ്പിളപ്പം തിന്നുക. എന്തോരം വലിയ അപ്പാ. എൻ്റെ വലുപ്പം കണ്ടിട്ടുള്ള ഈപ്പിരിയാ. നല്ലതാണോ ലിയോക്കുട്ട? ചക്കയപ്പം നല്ലതാണോ? അതെയാ? ഇഷ്ടപ്പെട്ടോ? പോയി കഴിച്ചോട്ടാ. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞോട്ടെ. ഇനിയിപ്പോൾ കുരിശ് വരയ്ക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവരും അവനവൻ്റെ സ്ഥലം പിടിച്ച് റിച്ചുകുട്ടനെ കണ്ട് ആദ്യം കുരിശ് വരപ്പിച്ച് കുറച്ച് പ്രാർത്ഥനകളൊക്കെ ചെല്ലിപ്പിച്ചിട്ടാണ് ഞങ്ങൾ കുരിശ് വരയ്ക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ അവൻ്റെ കുരിശ് വരെ ഞങ്ങളുടെ കുരിശ് വരെ കണക്കാവും. ഇപ്പം നോയമ്പ് കാലം ആയതുകൊണ്ട് ഞങ്ങൾ എല്ലാ ദിവസവും കുരിശുവരയുടെ കൂടെ കുരിശിൻ്റെ വഴിയും ചെല്ലുന്നുണ്ട് കേട്ടോ. ഓർസ്ലേമിൻ പുത്രിമാരേ എന്നിപ്പം ഡ്യൂട്ടി കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് എല്ലാവർക്കും ക്ഷീണം തളർച്ചയാണ്. എന്തായാലും എങ്ങനെയെങ്കിലുമൊക്കെ ഞങ്ങൾ കുരിശ് വരെയും കുരിശിൻ്റെ വഴി എത്തിക്കും കേട്ടോ. സമയം കാര്യം 9:30 ആയതേ ഉള്ളൂ. പക്ഷേ ഡ്യൂട്ടി ഉണ്ടായിരുന്നത് കൊണ്ട് ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്. മമ്മിയും ഏകദേശം ഉറക്കം തൂങ്ങിയിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.